ഇനി അതിനെപ്പറ്റിയാണ് ചോദിച്ചതെന്ന് അറിയാനാണ് ഞാൻ ആളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ ഞാനൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു 2 ആഴ്ച ആയിട്ടുണ്ട് ഇപ്പം അത് അപ്ലോഡ് ചെയ്തിട്ട്. പക്ഷേ അതിനൊരു 2.2K വ്യൂസോളം ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുവാണ്. അപ്പം അതിൽ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനിങ്ങനെ നേരിട്ട് എന്താ പറയുക, ഫേസ് ടു ഫേസ് ഞാൻ ക്യാമറയുടെ മുന്നിലിരുന്ന് എനിക്ക് അത്ര ശീലമുള്ള ആളൊന്നും അല്ല കേട്ടോ. അപ്പം ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, ദയവായി ക്ഷമിക്കണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ വീഡിയോയിൽ ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, നമ്മളുടെ സ്ക്വയർ ഫീറ്റ് അല്ല, നമ്മുടെ കിച്ചൺ കബോർഡിൽ കിച്ചണിൽ സ്റ്റോർ റൂം ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ആ സ്റ്റോർ റൂമിൽ കൗണ്ടർ ടോപ്പ് ഏതാണ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, കിച്ചണിലെ കൗണ്ടർ ടോപ്പാണോ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ആളതല്ല ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ആ സ്റ്റോർ റൂമിൽ നമ്മൾ എന്താ പറയുക, ഷെൽഫല്ല, റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്ക് ചെയ്തേക്കുന്നത് ഒരു വൈറ്റ് കളർ ഫിനിഷിങ്ങിലാണ്. അപ്പം അത് WPCയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഇനി അതിനെ പറ്റിയാണ് ചോദിച്ചതെന്ന് അറിയാനാണ് ഞാൻ ആളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം. അപ്പം WPCയിലാണ് നമ്മൾ സ്റ്റോർ റൂമിലെ റാക്കൊക്കെയും ചെയ്തേക്കുന്നത്. അപ്പം ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഒത്തിരി പേര് ആ ഒരു വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു വീഡിയോ ഇത്രയധികം ആൾക്കാർ കാണും എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ആ ഒരു ഹോം ടൂറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഓണർ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടല്ല, ഇക്കാരുടെ അടുത്ത് ഫുള്ള് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. അപ്പം കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പം ആൾ പറഞ്ഞത്, ഒന്നാമത്തത് സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യമാണ് കേട്ടോ. സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യം അതിൽ ഞാൻ പറഞ്ഞേക്കുന്നത് 2000 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണെന്നാണ്. പക്ഷേ ആക്ച്വലി അത് 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. 3000 സ്ക്വയർ ഫീറ്റ് ആണ് ആ വീട് വരുന്നത് കറക്റ്റ്. പിന്നെ അതിൽ പറഞ്ഞത് ഞാൻ ചേഞ്ചസ് വന്നിട്ടുള്ളത്, കിച്ചൺ കബോർഡ് ഫുള്ള് ചെയ്തേക്കുന്നത് WPCയിലാണ് കേട്ടോ. കിച്ചൺ കബോർഡ്, സ്റ്റോർ റൂം, ഇതിലെല്ലാം നമ്മൾ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഫുള്ള് WPC ആണ് മെറ്റീരിയൽ വരുന്നത്. ആ ഒരു വീട് അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറച്ച് റിലേറ്റീവ്സും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, നീ എങ്ങനെയാണ് നമ്മളുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിടുന്നത്, എങ്ങനെയാണെന്ന് പറഞ്ഞു തായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് തന്നെ ഞാൻ തുടങ്ങിയത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് ആണ്. ആക്ച്വലി നമ്മൾ വീട്ടിൽ എന്താ പറയുക, ഫാമിലി വ്ളോഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ തുടങ്ങാമെന്നുള്ള ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ തുടങ്ങി കുറച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അറിവൊക്കെ കിട്ടി. യൂട്യൂബിൽ തന്നെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇടയ്ക്കിരുന്ന് കാണലുണ്ട്. യൂട്യൂബിൽ എങ്ങനെ റീച്ച് കിട്ടും, അല്ലെങ്കിൽ ഏർണിങ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ വെച്ചിട്ടുണ്ടായി. ആ ഒരു ഇതിൽ തുടങ്ങി. പിന്നെയാണ് നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ അറിയാത്തതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബറാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതെന്ന് മാത്രം. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ അടുപ്പിച്ചത് വീഡിയോസ് ഇട്ടിരുന്നുണ്ട്. പിന്നെ അതങ്ങോട്ട് മടിയായി.
ആ മടി പിടിച്ച ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ഇടാതിരുന്ന കാരണം കൊണ്ട് നമ്മളുടെ ചാനൽ അത്രക്കും ഗ്രോ ആയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ മുടങ്ങാതെ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ടാകാം, ചിലപ്പോൾ 1000 ആയിട്ടുണ്ടാകാം. അത് ഓരോരുത്തർ, ചിലരുടേത് ഭാഗ്യം പോലെ ഇരിക്കും, ചിലരുടേത് പെട്ടെന്ന് ക്ലിക്കാകാം. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൽ വ്യൂസ് പെട്ടെന്ന് ഈ അടുത്ത് കുറച്ച് അധികം കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് റിസപ്ഷൻ്റെ. അതിൽ ക്ലിക്കായി, അതിലാണ് ഒരു 24K വ്യൂസൊക്കെ പെട്ടെന്ന് കയറിയിട്ടുണ്ടായേ. അപ്പം അത് ഞാൻ വിചാരിക്കാത്ത സമയത്താണ് അങ്ങനെ സംഭവിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇൻസ്പിറേഷൻ കൂടി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ചാനൽ വീഡിയോസ് ഇടുന്നത് നിർത്താതെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഏർണിങ്സ് കിട്ടുവാണെങ്കിലും അത് അടിപൊളിയല്ലേ. അപ്പം അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്ര നാളുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ പിന്നെന്താ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ ഒറ്റയ്ക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനൊന്ന് ഫിനാൻഷ്യലി ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ഉള്ളൊരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മക്കളുടെ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെറുത് നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയാമല്ലോ നമുക്ക്. അപ്പം എന്തെങ്കിലുമൊക്കെ ശരിയാകുമായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അധികം ആരോടും അങ്ങനെ മിണ്ടാത്ത ആ ഒരു ടൈപ്പാണ്. അങ്ങനെ ഒരിടത്തിരുന്ന് അവിടെ ഇരിക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് ഞാൻ ആയിരുന്നു. പിന്നെയും 3 ചേഞ്ചസ് ഒക്കെ വന്നത് +1 +2 കാലഘട്ടത്തിലാണ് കേട്ടോ. അതിന് കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ് എന്നെ മാറ്റിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും വിളിക്കില്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ വിളിക്കും. അപ്പോൾ അവർ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ അവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. നീ ഇങ്ങനെയൊന്നും ആറുന്നില്ല, നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബാത്തു, എന്തായാലും മുന്നോട്ട് പോകാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.